ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്നൊരു പ്രോഗ്രാമിന് പോവുകയാണ് കോഴിക്കോട്. അപ്പോൾ ഫെമിനിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഫെമിനിസ്റ്റാണെന്ന്. ഞാൻ ഫെമിനിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല. എന്താണ് ആ പ്രോഗ്രാമിൽ കൂടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. കൂടെ ഉള്ളത് പിള്ളേരാണ്. അരുണ ഉണ്ട്. അരുണ വന്നപ്പോഴേക്കും അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. പിന്നെ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാട്ടോ ഞാൻ ഇടുക. അതെന്താ വെച്ചാൽ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതുണ്ട്. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യും. അതോടൊപ്പം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേറൊരു പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതെടുത്ത് കാണുക. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാമിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോളെ കഷ്ടം തന്നെ. ചില ലേഡീസ് വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ പേടിയാവും. തോണി തൊഴിയും പോലെ 2 കാലും കുത്തിയിട്ട് പിന്നെ എന്തിനാ എന്താ പ്ലാറ്റ്ഫോം എന്ന് ചിന്തിക്കുക. അവരെപ്പോഴും നിലത്ത് കാല് കുത്തിക്കണ്ടാണ് പോവുക. ഒടുക്കത്തെ ബ്ലോക്കും. എനിക്ക് 2 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തുന്നുണ്ട്. 2 മണിയൊക്കെ കഴിഞ്ഞു. ഒടുക്കത്തെ സിഗ്നലിൻ്റെ ബ്ലോക്ക്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ആ പ്രോഗ്രാമിന് പോയിട്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം കേട്ടോ. ഓക്കെ. അറിഞ്ഞ ഒരാളും കൂടിയാണ് ജസ്ന സലീം എന്ന് തോന്നുന്നു. ജസ്ന സലീമിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മതത്തിനെ കുറിച്ച് പറയാനോ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയാനോ ഞാനല്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം. ഇപ്പം റമദാൻ മാസമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാണ്. കഴിഞ്ഞ വർഷം ഇതേ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ച് തട്ടമിട്ട ഒരാളായിരുന്നു ഞാൻ. ഈ വർഷം നിങ്ങളൊക്കെ അറിയാം, എല്ലാവരും പോലെ മാറി മറക്കണം എന്നുള്ളൊരു രീതിയിൽ മാത്രം ഷാളിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഞാൻ എത്തിയതെന്ന് ചോദിച്ചാൽ സമൂഹം എന്നെ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം. രഹന പറഞ്ഞതോളം മതപരമായിട്ട് അല്ലെ മതത്തിന്റെ ചുറ്റുപാടിൽ ഒരു ദീനിയായിട്ട് വളർന്ന വ്യക്തി തന്നെയായിരുന്നു ഞാൻ. പക്ഷേ മറ്റൊരു മതത്തിലുള്ള ഒരു ദൈവത്തിനെ വരച്ചു എന്നതിന്റെ പേരിൽ ഒന്നായിട്ട് എന്താ പറയാ, നമ്മളൊരു മോശക്കാരിയാവുകയും അല്ലെ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ വളരെയധികം ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പം സ്വന്തം തട്ടത്തെ മുമ്പൊരാള് എന്താ പറയാ മാരണം മുറിച്ച് ഇട്ട് കൊടുത്തതോളം ഞാൻ സ്വന്തം തട്ടത്തെ പിടിച്ചോ, എനിക്ക് വേണ്ട നിങ്ങളുടെ തട്ടത്തെ എന്ന് പറഞ്ഞിട്ട് അട്ട് എറിഞ്ഞു കൊടുത്തതാണ്. നിങ്ങളൊക്കെ എടുത്തോ, എനിക്ക് വേണ്ട. ഈ തട്ടത്തിന്റെ പേരിൽ ഇങ്ങനെയും ക്രൂശിക്കുമ്പോ തട്ടല്ലേ പ്രശ്നം, നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്തു. ഇപ്പൊ എനിക്ക് മതമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ കുറച്ചു കാലമായി മതമില്ലാതെ ജീവിക്കുകയാണ്. മതം മാറിയതും മതം ഉപേക്ഷിച്ചതും ഞാൻ. മതം മാറിയെന്ന് പറയുന്നില്ല. മതം മാറുക എന്ന് പറയുന്നത് വലത്തെ കാലിലെ മതം ഇടത്തെ കാലിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ആർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി, മതമില്ലാതെ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ, ഞാനാണ് മതം ഉപേക്ഷിച്ചത്, എൻ്റെ ഫാമിലിയോ എൻ്റെ കുടുംബമോ അല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നത് ഒരുപാട് സമയം സംസാരിക്കാൻ സമയമില്ല. കാരണം എൻ്റെ മക്കളും നോമ്പെടുത്തിട്ട് അവരവരുടെ ഇഷ്ടപ്രകാരമാണ് നോമ്പെടുത്തത്. 2 പേരോടും അവരോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് നോമ്പെടുക്കണം. കാരണം അവരുടെ പപ്പ ഒരു മുസ്ലിം മതസ്ഥരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം അവർ ജനിച്ച് വളർന്നപ്പം അവർ കേട്ട് വളർന്നത് അല്ലെ അവരിൽ അടിച്ചേൽപ്പിച്ചതല്ല. കാരണം 2 കുട്ടികൾ മദ്രസയിൽ പോയിട്ടില്ല. മദ്രസയിൽ പോയപ്പോൾ ഇതേപോലെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിത്രത്തിന്റെ പേരിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
കാരണം പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ട്, ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ നോമ്പെടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് മക്കളാണ് എങ്ങനെയാണ്. അപ്പൊ അവരവരുടെ ഇഷ്ടപ്രകാരം നോമ്പെടുക്കുന്നു. അവർ ആ ഇഷ്ടപ്രകാരം അവർക്ക് ഏത് മതമാണോ സ്വീകരിക്കാൻ താല്പര്യം 18 വയസ്സ് വരെ സമയം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ഞാൻ പേരിട്ടിരിക്കുന്നത് ഒരിക്കലും അവരുടെ പേര് കേൾക്കുമ്പോൾ മതം ഏതാണ് എന്ന് മനസ്സിലാവാത്ത 2 പേരാണ് എൻ്റെ മക്കളിലുള്ളത്. എൻ്റെ മോന് മതത്തിന്റെ പേരിലായിരുന്നു അറിയപ്പെട്ടത്. ആദ്യം ആദി മുഹമ്മദ് എന്നായിരുന്നു അവന് പേരിട്ടത്. അപ്പൊ മകള് ജനിച്ചു, അവളുടെ പേര് ഞാൻ മതമില്ലാത്തൊരു പേരിട്ടപ്പോൾ ഞാൻ എൻ്റെ മകന്റെ പേര് മാറ്റി. 2 പേർക്കും മതമില്ലാത്ത പേരാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ അവർക്ക് 18 വയസ്സാകുമ്പോൾ അവർക്ക് ഏത് മതമാണോ ഇഷ്ടപ്പെടുന്നത് ആ മതത്തിൽ അവർക്ക് പോകാം. ഒരിക്കലും ഞാൻ വരുന്ന തന്നെയാവില്ല. അതേപോലെ അവരുടെ പപ്പയും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഏത് മതമാണോ ആ മതത്തിൽ അവർ ലൻഷാനും ലൻഷ്ടിയാണ്. ഒരിക്കലും മതം പറയല്ല അത് ഏത് മതസ്ഥനാണ് എന്നുള്ളത്. ജസ്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് മുസ്ലിം നാമധാരിയുടേതാണ് ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നത്. രഹന പറഞ്ഞു അവൾ മുസ്ലിം നാമധാരിയാണെങ്കിൽ ഒരു പേരുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളൊക്കെ പേര് മാറ്റിയാലും വേറൊരു പേരിട്ടാലും ഞങ്ങൾക്ക് ഒരു ബ്രാക്കറ്റിൽ കൊടുക്കും, ജസ്ന സലീമോ അല്ലെ രഹന ഫാത്തിമ, മുമ്പത്തെ ജസ്ന സലീം അല്ലെ മുമ്പത്തെ രഹന ഫാത്തിമ എന്ന് ഞങ്ങൾ വേറെ പേര് മാറ്റിയാലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വരരുത്തിരിയിട്ടുള്ളത് കൊണ്ട് മതം പറയാത്ത പേര് ഞാനുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാചകങ്ങൾ കാരണം സമയമില്ല. എൻ്റെ മക്കളെ നോക്കിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ അമ്മയ്ക്കും അവരെയൊക്കെ സേഫായിട്ട് അവരെങ്കിലും എത്തിക്കണം. അപ്പൊ ഒരിക്കൽ കൂടി പറയാനും മതം ഉപേക്ഷിച്ചത് ഞാനാണ്, എൻ്റെ മക്കളോ കാര്യങ്ങളോ അല്ല. അപ്പോൾ എല്ലാവരും എന്താ പറയാ ഇവിടെ വിളിച്ചതിൽ വരാൻ പറ്റി, നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിലും ഒക്കെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ട് നന്ദി ജസ്ന. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളോട് സംബന്ധിച്ചു. ഇനി ഒരാളും കൂടി നമ്മളോട് സംസാരിക്കാനുണ്ട്. അത് സ്ത്രീപക്ഷനായ രാഷ്ട്രീയം മാത്രമല്ല, നമ്മളെ വിങ്സിന്റെ മെമ്പർ കൂടിയാണ് ജസി ഖാനാണ്. കവയത്രി കൂടിയാണ്, കവി കൂടിയാണ്. കവയത്രി എന്നുള്ള പേരിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കവി കൂടിയാണ്. ബോഡി പൊളിറ്റിക്സും മതവും എന്നുള്ള വിഷയത്തിൽ ഞാൻ അതിന് ടൈറ്റിലായിട്ട് പറയുന്നത് സ്ത്രീ അവസ്ഥ മതത്തിനകത്തും പുറത്തും എന്നുള്ളതാണ്. നമ്മളെത്ര പഠനം നടത്തിയാലും വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് പറയാനുണ്ടാകുന്ന ഒരു കാര്യമാണ്. നോട്ട് ചെയ്ത് വെച്ച ചില പോയിന്റുകൾ മാത്രമേ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, മതത്തിനകത്ത് എന്ന് പറയുമ്പോൾ മിക്കവാറും സംഘടിത മതങ്ങളിലൊക്കെ ഏത് ജാതിയിൽ ജനിച്ചാലും ഈ പറയുന്ന ലൈംഗിക അവയവങ്ങൾ ഏതാണ്ട് ഒരുപോലെ കൊണ്ടുവരും. അത് മുതിർ സ്ത്രീ ആണെങ്കിൽ ഒരു തരത്തിൽ മറക്കുന്നതെന്നും ഇടവ സ്ത്രീ ആണെങ്കിൽ വേറൊരു തരത്തിൽ സർക്കാർ പദ്ധതികളൊക്കെ വന്നപ്പോൾ സ്ത്രീകൾ ഒരു 70% മാറുന്നുണ്ട്. ഇനി ഈ സമസ്റ്റിക് മതങ്ങൾ അല്ലെങ്കിൽ സംഘടിത മതങ്ങൾ രൂപം കൊള്ളുന്നത് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞവർക്ക് കമ്മൽ ഊരി കിട്ടോ, ഒട്ടുക്കമത്തെ വെയിറ്റായിരുന്നു. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് ഈ ഫെമിനിറ്റി എന്നുള്ള പരിപാടിക്ക് പങ്കെടുത്തത് എന്നുള്ളത്. മതവും രാഷ്ട്രീയവും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ സംസാരിക്കാനല്ലേ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പോയത്. അതിനാണ് ഞാൻ പങ്കെടുത്തത്. അല്ലാതെ ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല ഈ ഒരു പരിപാടി പങ്കെടുത്തത്. അപ്പോൾ തിരിച്ചത് കൂട്ടാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. എന്തായാലും നോമ്പ് തുറക്കുന്ന ടൈമിലേക്കായിരിക്കും ഞങ്ങൾ എത്തുക. പിന്നെ കട്ട്ലേറ്റ്, ചട്ടിപ്പത്തിരി, കട്ട് ഫ്രൂട്ട്സ്, പിന്നെന്തെങ്കിലും ചിക്കൻ റോളോ അങ്ങനെ എന്തോ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. ഈ 3 സാധനങ്ങളാണ് മേടിച്ചത്. ചിക്കൻ റോളല്ല, കബാബ്. അപ്പോൾ ഈ 3 ഐറ്റംസും കട്ട് ഫ്രൂട്ട്സും ആണ് മേടിച്ചത്. വീട്ടിലെത്തിയിട്ട് ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊരു മേടിക്കണ്ടെന്ന് വിചാരിച്ചു. ഹോട്ടലിലത്തെ ഭക്ഷണമല്ലേ,
വയറ് എന്താ പറയുക, ഒന്നും കഴിക്കാതിരിക്കുന്ന വയറ്റിലേക്ക് കഴിക്കുന്നല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടാന്ന് വിചാരിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതിൽ ഓരോരുത്തർ സംസാരിച്ചത് കട്ട് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യും. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ കാണാം. ലക്ഷ്മി അറക്കൽ സംസാരിക്കുന്നുണ്ട്, രഹ്ന ഫാത്തിമ സംസാരിക്കുന്നുണ്ട്, ബിന്ദു അമ്മണി ഉണ്ട്, കുക്കു ഉണ്ട്, പിന്നെ ആരെങ്കിലും വേറെ ഒരു പെണ്ണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞു. അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഫെമിനിസ്റ്റുള്ള പരിപാടിയിൽ ബാബുസ്വാമി വരുമോ? നാഗയോ? നാഗ ഫെമിനിസ്റ്റാ? ഞാനും ഫെമിനിസ്റ്റ് അല്ല കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. മേടിച്ചോ മോനെ? നമ്മൾ ചിക്കൻ റോളായിരുന്നു. എന്തായി മേടിച്ച ചിക്കൻ റോൾ അല്ലല്ലോ, കബാബ് തന്നെ അല്ലേ? ചിക്കൻ കബാബ് അങ്ങനെ എന്തോ സംഭവം മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം, താല്പര്യമില്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോവാം. അപ്പോൾ ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ്